ഗുഡ് മോർണിംഗ്. ഷിജോസ്ക്രിയാണ്. ചൂണ്ടുവിടയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. വളരെ സന്തോഷം. വീണ്ടും നമുക്കൊരു വീഡിയോ കൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മുമ്പ് അഭ്യർത്ഥിച്ചതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ഈ നമ്മുടെ പ്രോഗ്രാമുകൾ കാണുന്നവർ മറ്റുള്ളവർക്കൊന്ന് അയച്ചു കൊടുക്കണം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ 2-3 എപ്പിസോഡുകളായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗിന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നമ്മൾ സംസാരിക്കുക. എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ കഴിഞ്ഞുകൊണ്ടല്ല, പക്ഷേ എല്ലാ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ച കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ഒരു മേഖലയെക്കുറിച്ച് സംസാരിക്കേണ്ടത് ഒരു അത്യാവശ്യമായതുകൊണ്ട് നമ്മൾ ആ മേഖലയെക്കുറിച്ച് സംസാരിക്കുകയാണ്. വീണ്ടും നമുക്ക് സയൻസുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും മാത്രം പോകാൻ പറ്റുന്ന മേഖലയെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മേഖലയെക്കുറിച്ചാണ്. നമുക്കറിയാം, HR എന്ന് പറയുന്നത് നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നൊരു വാക്കാണ്. HR മാനേജർ എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നൊരു 90s ഇതിൻ്റെ ഇങ്ങനൊരു വാക്ക് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റ്, HR മാനേജർ എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചധികമായിട്ട് കേട്ടു തുടങ്ങിയത്. ഇന്ന് അതിൻ്റെയൊക്കെ സ്പെഷ്യലൈസേഷൻ ധാരാളമായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഏത് സ്ട്രീമിലും പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് പോകാനായിട്ട് സാധിക്കും. ഒരു പേഴ്സണൽ സ്കില്ലും അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും മാനേജ്മെൻറ്റ് സ്കില്ലും ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ വളരെ നന്നായിട്ട് അതിന് പ്രശോഭിക്കാനും സാധിക്കുന്നതാണ്. ഓപ്പർച്യൂണിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സ്ഥാപനങ്ങൾ തുടങ്ങി ലോകം അറിയപ്പെടുന്ന വലിയ സ്ഥാപനങ്ങൾ വരെ എല്ലാ വിഭാഗത്തിലുമുള്ള സ്ഥാപനങ്ങൾ, അതെന്തും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ IT രംഗത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റമർ റിലേറ്റഡ് സംഗതികളായിക്കോട്ടെ, ഇനി അതല്ല ഈ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള കമ്പനികളിലും എല്ലാ തരത്തിലുള്ള ഓർഗനൈസേഷനിലും ഈ പറയുന്ന HR റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. പക്ഷേ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഏറ്റവും മിടുക്കരായ ആൾക്കാരെ ഏറ്റവും ഉയർന്ന പോസ്റ്റിലേക്കും ബാക്കിയുള്ള നമ്മുടെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ച് മറ്റ് എന്താ പറയുക ഒരു പോസ്റ്റുകളിലേക്കുമായിരിക്കും ഓരോ കമ്പനി ഓർഗനൈസേഷൻ നിയമിക്കുക. അത് മാത്രം മനസ്സിലാക്കുക. നമുക്ക് വിശദമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഏതു തരത്തിലുള്ള കമ്പനികളാണെങ്കിലും ആ കമ്പനിയുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സംവിധാനം നമുക്ക് നിലവിലുണ്ടല്ലോ. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആൾക്കാരുമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുമായി ബന്ധിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് സത്യത്തിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്ന്, കമ്പനികളിലേക്ക് ആവശ്യമുള്ള ജോലിക്കാരെ കണ്ടെത്തണം, അവർക്ക് ആവശ്യമുള്ള ട്രെയിനിങ് കൊടുക്കണം, അവരുടെ പരിശീലന പരിപാടിയിൽ ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ അതാത് മേഖലകളിൽ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കണം. അത് HR ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല കേട്ടോ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതാണ് ചുമതലയാണ്. എന്ന് മാത്രമല്ല, ഈ പറയുന്നൊരു വർക്ക് ലോസ് ഉണ്ട്. അപ്പം ആ തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പാലിക്കപ്പെടുന്നെന്ന് ഉറപ്പാക്കണം. എവിടുന്ന് ഉറപ്പാക്കണം? ഒന്ന്, തൊഴിലാളികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ഗവൺമെൻറ് ലോസിനനുസരിച്ച് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ തൊഴിലാളികൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ സംസാരിക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവർ ചെയ്യേണ്ടി വരുന്ന ജോലികളതൊക്കെയാണ്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക, പരിശീലനം കൊടുക്കുക, അവരെ കുറച്ച് ക്വാളിറ്റി ഉള്ളവരാക്കി മാറ്റുക, എന്താണ് കമ്പനിയിൽ നടക്കേണ്ടതെന്നുള്ള കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മുടെ സ്ഥാപനത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, നമ്മുടെ സ്ഥാപനം എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് നമ്മൾ പേഴ്സണലി ആ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിന് എക്യുപ്പ് ചെയ്യുക എന്നുള്ളതാണ് സത്യത്തിന് ആര് ചെയ്യുന്നത്? ഈ പറയുന്ന HR മേഖലയിലുള്ള ആൾക്കാർ കൊടുക്കുന്ന സപ്പോർട്ട് അതാണ്. അപ്പം അത് മനസ്സിലൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് പല കമ്പനികളും മെർജ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില കമ്പനികൾ ഏറ്റെടുക്കുന്നു, ചില കമ്പനികൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അതിനൊരു ഡിസിഷൻ എന്ന് പറയുന്ന സത്യത്തിൽ HR ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നതും ആരുടെ ഉദ്ദേശമാണ്? ഈ HR ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് മാത്രമല്ല, അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിനെയും അവരുടെ വർക്ക് എന്താണോ അതിലേറ്റവും നന്നായി വിജയിക്കാൻ, അതിലേറ്റവും നല്ല പ്രൊഡക്ടിവിറ്റി എടുക്കാനായിട്ട് സപ്പോർട്ട് ചെയ്ത ടീമാണ് ആര്? നമ്മുടെ ഈ HR ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുക. അപ്പം കമ്പനികളുടെ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടാലൻറ്റ് മാനേജ്മെൻറ്റ്, മികച്ച പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് മേഖലകൾ, ഇതെല്ലാം ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് വേണ്ടത്? ഈ പറയുന്ന HR ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ആൾക്കാരാണ്. ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുക, ഇതെല്ലാം HR ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യേണ്ടി വരിക. നമുക്കറിയാം, നമ്മൾ ഇതിനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ഒരു കാലത്ത് നമുക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഉള്ള ആൾക്കാരാണ് HR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിരുന്നത്. പിന്നീട് അത് MBAയുടെ സ്പെഷ്യലൈസേഷനായിട്ട് മാറി, MBA HR MBA ആയി മാറി. ഇന്ന് അതിന് ധാരാളം കോഴ്സുകൾ, ചെറിയ കോഴ്സുകളാണെങ്കിൽ വലിയ കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കറിയാം, ഇതിൻ്റെ കോഴ്സുകളെ കുറിച്ച് പറയാതൊക്കെയാണ്. കോഴ്സുകളിൽ സർട്ടിഫിക്കറ്റ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോഴ്സ്.
ഈ കോഴ്സുകൾ രണ്ട് തരത്തിലുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ ഈ പറയുന്ന +2-ന് ശേഷം ചില സ്ഥാപനങ്ങൾ കൊടുക്കുന്ന 6 മാസം തുടങ്ങി അല്ലെങ്കിൽ 3 മാസം തുടങ്ങി ഒരു 6 മാസം വരെയുള്ള സർട്ടിഫിക്കറ്റുകളും അതിന് കുറച്ച് ട്രെയിനിങ്ങും കൊടുക്കുന്ന ഒരു സംവിധാനം, അങ്ങനെ ഒരു സംവിധാനം നിലവിലുണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോഴും പ്രിഫർ ചെയ്യാം നമുക്ക് ഡിഗ്രി കോഴ്സുകളിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് HR-ലുള്ളത്, ബാച്ചുലർ സയൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന BBA എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഭാഗമായിട്ട് സ്പെഷ്യലൈസേഷൻ HR-ലുണ്ട്. അതാണ് നമുക്ക് ഡിഗ്രിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോഴ്സ്. പിന്നെ മാസ്റ്റർ ഡിഗ്രി എന്ന് പറഞ്ഞാൽ MBA ഇൻ HR അതിന് പറയുന്നുണ്ട്. മാസ്റ്റർ ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കോഴ്സ് വേറൊരു കോഴ്സ് അവൈലബിൾ ആണ്. മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. PG പ്രോഗ്രാമിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, അതിൽ ഡിപ്ലോമ കോഴ്സും ഡിഗ്രി കോഴ്സുകളും അവൈലബിൾ ആണ്. കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും കേരളത്തിന് വെളിയിലും ഒക്കെ പഠിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് നല്ല സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് മനസ്സിൽ കാണുക. എക്സിക്യൂട്ടീവ് ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പം മുൻപ് സൂചിപ്പിച്ചത് തന്നെയാണ് വീണ്ടും സൂചിപ്പിക്കാനുള്ളത്. ഏത് കോഴ്സ് ഏത് കോളേജ് തിരഞ്ഞെടുക്കണം, അത് എവിടെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മളെ എത്തിക്കാൻ പറ്റുന്ന കോളേജുകൾ സെലക്ട് ചെയ്യണം. കാരണം ധാരാളം കോളേജുകൾ, ചെറിയ കോളേജുകൾ തുടങ്ങി വലിയ കോളേജുകൾ വരെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കറിയാം ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ഡിഗ്രി കോഴ്സിന് ശേഷം പോകുന്ന IIM-ലേക്ക് പോകുന്ന കോഴ്സുകളാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴ്സുകളാണ്. അതിൽ ഈ നമ്മുടെ കോഴിക്കോട് പോലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പം എവിടെ പഠിക്കണം നോക്കുക. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും നമുക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ധാരാളം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം കോഴ്സിൽ പഠിച്ച ആൾക്കാരുടെ അഭിപ്രായം, ആ കോളേജിൻ്റെ അറ്റ്മോസ്ഫിയർ എന്താണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരാരോഗ്യമായിട്ട് അവർക്ക് ഒരു കൊളാബറേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഇതൊക്കെ നന്നായിരിക്കും. ഇന്ത്യക്ക് വെളിയിലും പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. +2 കഴിഞ്ഞ് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഡിഗ്രി കഴിഞ്ഞാണെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിന് പോയി കഴിഞ്ഞാലും നമുക്കിവിടെ അവൈലബിൾ ആയതിനേക്കാളും ധാരാളം സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാമുകൾ ഈ പറയുന്ന PG ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയിൽ ഈ HR ഡിവിഷനിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കുക. ഒരു മികച്ച മേഖലയാണ്, മാനേജറിയൽ സ്കില്ലാണ്. ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ടെൻഷനൊക്കെ ഉള്ള ജോബാണ്. റിലാക്സ്ഡ് ഒന്നുമല്ല. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സമയത്തും നമ്മൾ റെഡിയാണ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂ വന്നാൽ പരിഹരിക്കാൻ ഞാൻ റെഡിയാണ്. ഒരു നല്ല ഡിസിഷൻ മേക്കറാകാൻ എനിക്ക് പറ്റുന്നുണ്ട്. നല്ലൊരു ടീം ലീഡറാകാൻ പറ്റുന്നുണ്ട്. എൻ്റെ സ്കില്ലുകളിൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ സ്കില്ലുകളിൽ നമ്മുടെ ലീഡർഷിപ്പ് സ്കില്ല് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം പൂർണ്ണമായ തോതിൽ വേണമെന്ന് നമ്മൾ നിർബന്ധമൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ സ്പിരിച്വൽ സ്കിൽ അല്ല ആ ഒരു ഏരിയ, നമുക്ക് ഫിസിക്കൽ, മെൻ്റൽ, ഇൻ്റലക്ച്വൽ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു സ്പിരിച്വൽ സ്കിൽ ആയി ബന്ധപ്പെട്ട ഏരിയ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ഈ മേഖലയിൽ കൂടുതൽ പ്രാവീണ്യത്തോട് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളതെന്നാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ്. എന്തൊക്കെയായാലും നല്ലൊരു മേഖലയാണ്, നന്നായിട്ട് ആലോചിച്ച് ചെയ്യുക. നല്ലൊരു ഭാവിയുള്ള മേഖലയാണ്. വേൾഡ് വൈഡ് ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ് ധാരാളമുണ്ട്. അപ്പം വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.